അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വർത്താനം, റാഹത്തല്ലേ, സുഖം തന്നെയല്ലേ? ഇൻഷാ അല്ലാഹ് ഈ ചാനലിൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട്, ഉപകാരപ്പെടുന്നുണ്ട് എന്നറിയുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ ആഷിഖീങ്ങൾ, മുഹിബ്ബീങ്ങളിലെ, അവിടുത്തെ സ്നേഹിക്കുന്ന അഹ്ലുകാരിലെ നമ്മളെ എല്ലാവരെയും പടച്ച റബ്ബ് ഓൻ്റെ കൃപ കൊണ്ട് ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ശരിക്കും നമ്മൾ സ്വലാത്ത് ചൊല്ലിയാലേ ഒരുപാട് ഫലങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ദുനിയാവിലും ആഖിറത്തിലും ഗുണമാണ്, ഫലമാണ് എന്ന് നമുക്കറിയാം. ശരിക്കും നമ്മുടെ ഈ സ്വലാത്ത് എന്നുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ളതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം നമ്മൾ ഗസ് ചെയ്യുന്നതിനും അപ്പുറമാണ്, നമ്മൾ ഊഹിക്കുന്നതിൻ്റെയും അപ്പുറമാണ്. അത്രത്തോളം ഗുണങ്ങൾ, അത്രത്തോളം ഫലങ്ങളാണ് ശരിക്കും അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമുക്ക് ഓഫർ ചെയ്തിട്ട് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അള്ളയാണ് ഫലം കൊടുക്കുന്നത് അല്ലേ. ആ ഫലം എത്രയാണെന്ന് നമുക്കൊരിക്കലും അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ ദുന്യവിയായിട്ടുള്ള ഫലങ്ങൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എണ്ണിയാ തീരാത്ത, കൗണ്ട്ലെസ് ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് ഫലങ്ങൾ സ്വലാത്തിനുണ്ട്. ഒരിക്കലും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല, അത്രത്തോളം ഉണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നോർമലായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനറലായിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ടതാണ് കടങ്ങൾ കൊണ്ടുള്ള പ്രയാസമല്ലേ. ഒരുപാട് ആളുകൾക്ക് കടങ്ങളാണ്. കടങ്ങൾ കൊണ്ട് നാട് വിട്ട ആളുകൾ വരെയുണ്ട്, മനസ്സിലായില്ലേ. കടക്കാർ വന്ന് ചോദിച്ച് അവരുടെ സ്വൈരം നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട് നാട് വിട്ടുപോയ ആളുകൾ. അതുപോലെ തന്നെ നമ്മുടെ ദുആ ഒക്കെ പെട്ടെന്ന് സ്വീകരിക്കാൻ, നമുക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ പടച്ചവനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആ ഒക്കെ പെട്ടെന്ന് സ്വീകരിക്കാൻ ശരിക്കും ഈ സ്വലാത്തിൻ്റെ ഒരു പ്രത്യേക പവറുണ്ട്. കാരണം നമ്മുടെ ദുആകളിൽ നമ്മൾ സ്വലാത്ത് കൊണ്ടുവന്നാൽ ആ ദുആ കബൂലാക്കും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും, യാതൊരു സംശയവും വേണ്ട. പിന്നെ ചില ദുആകൾ സ്വീകരിക്കാത്തത് അത് നമുക്ക് ഖൈറല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ചോദിക്കുന്നതൊക്കെ പടച്ചോനിക്ക് തരാൻ കഴിയാത്തതുകൊണ്ടല്ല, നമുക്ക് ഖൈറും ഷെറും എന്താണ് ഏതാണെന്ന് നമുക്കറിയില്ലല്ലോ. അതൊക്കെ അറിയുന്നവരാണ് നമ്മളെ പടച്ചോനോട്. ആ അറിയുന്ന പടച്ചോനോടാണ് നമ്മൾ ദുആയും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഖൈറായതൊക്കെ തരുന്നെ ചെയ്യും. സ്വലാത്ത് ചൊല്ലിയിട്ടിൻ്റെ ദുആ സ്വീകരിച്ചില്ല, നിങ്ങൾ വെറുതെ നുണ പറയാനൊന്നും ഇനി പറയാൻ നിൽക്കണ്ട. ഇൻഷാ അല്ലാഹ് എന്താണെങ്കിലും പറഞ്ഞു വരുന്നത്, സ്വലാത്ത് ചൊല്ലേണ്ട ഒരു രീതി ഉണ്ട്. എങ്ങനെ അറിയോ? ഡെയിലി നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും ചൊല്ലുക എന്നതിലുപരി, അത് ചൊല്ലിയ കൂലി കിട്ടൂല എന്നല്ല അതിനർത്ഥം. പക്ഷേ എങ്കിലും അതിലുപരി എപ്പോഴും നമ്മളൊരു നിശ്ചിത എണ്ണം ഫിക്സ് ചെയ്തിട്ട് ഡെയിലി നമ്മൾ സ്വലാത്ത് പതിവാക്കിയാൽ അതൊരു വേറെ തന്നെ ഫലമായിരിക്കും, അല്ലെങ്കിൽ അത് വേറെ തന്നെ ഒരു ഗുണമായിരിക്കും. നമുക്കത് വേറെ തന്നെ അറിയാനും പറ്റും, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി ഡെയിലി നമ്മളൊരു ഫിക്സ് ചെയ്ത എണ്ണം ഡെയിലി നമ്മൾ ചൊല്ലാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.